നല്ല ചോറിൻ്റെ കൂടെ ഒരു നല്ല അച്ചാറുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ഹാ ഹാ വായിൽ വെള്ളം വരുന്നുണ്ടാവും അല്ലേ? അതെ, ഇന്ന് മാങ്ങ ഇഞ്ചി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇഞ്ചിയല്ല, മാങ്ങ ഇഞ്ചിയാണ്. നാട്ടിൽ പോയ സമയത്ത് അമ്മ എനിക്ക് തന്നതാണ്. അവിടെ നിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടു, പക്ഷേ സമയം ഇല്ലാത്തത് കാരണം ഞാൻ ഇങ്ങോട്ടെടുത്തു. ഏതായാലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നേർത്ത രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത ഈ ഒരു മാങ്ങ ഇഞ്ചിയെ നല്ലെണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റണം. ഓവറായിട്ട് ഇത് ആവരുത്. എൻ്റെത് കുറച്ചധികമായിപ്പോയി. കുറച്ചധികമായിപ്പോലെ ചെറിയൊരു കയ്പ്പ് രസം അതിൽ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കോരി മാറ്റി വെക്കാം. പിന്നെ അതേ ഓയിൽ തന്നെ നമുക്ക് കുറച്ച് ഗാർലിക്കും കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൂടി പോയി കിട്ടണം. കാരണം നമ്മൾ അച്ചാർ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കുന്നൊരു സാധനമല്ലേ. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അത് പോകുന്നവരെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എങ്ങനെ വേണോ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തോ. ഏകദേശം എനിക്ക് ഈ ഒരു കുഞ്ഞി ക്വാൻറ്റിറ്റിക്ക് ഇത്ര മതിയാവും. ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും. കായപ്പൊടി അച്ചാറിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനമല്ലേ അല്ലേ? അപ്പോൾ ഇത് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി കരിയാത്ത രീതിയിൽ കിട്ടും. അപ്പം അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കിയത്. അപ്പം ഏകദേശം പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നു. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റിയ മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുത്തു. ഈ പുളി, ഉപ്പ്, എരിവ് ഇത് മൂന്നും നിങ്ങളെ ചോയ്സാണ്. കാരണം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടുന്നത് അത്ര അളവിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഇനി ഫൈനൽ പ്രോസസ്സാണിത്. ഒരു കടായിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ ഏകദേശം അളവൊന്നുമില്ല, ഏകദേശം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതാക്കണ്ടില്ലേ, പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഏകദേശം ചൂടായി കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആക്ച്വലി ഏകദേശം 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ അത് കുറച്ച് കൂടിപ്പോയി തന്നെ പറയാം. ഇത്ര ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂണേ വേണ്ടി വരുള്ളൂ ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. അപ്പം ചെറിയൊരു കയ്പ്പ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ഇട്ടാൽ മതി. ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഡ്രൈനെസ് നമുക്കൊരു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അച്ചാർ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അതിന് കണക്കായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം മൊത്തത്തിൽ നമ്മളെ അച്ചാർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും വെള്ളം ഇട്ടിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് കിട്ടിയത്. കുറച്ചൊരു ഡ്രൈ ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ബട്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.